നിങ്ങളാരെങ്കിലും ഇത്ര വലിപ്പമുള്ള ചെറിയ വായ, ഈ മോഡൽ വായ ഉണ്ടോ? ചെറിയ വായ അത് വലിയ വായ ആവും എന്ന് പറയണത്. പക്ഷെ ഇത് വായയാണ്. അത് എന്ന് വെച്ചാൽ പുതിയ അഗ്രികൾച്ചർ സെറ്റപ്പാണ്. അതൊന്ന് വിത്തുന്നോ അങ്ങനെ എങ്ങനെയോ ഉണ്ടാക്കിയതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞു എൻ്റെ അടുത്ത വീഡിയോയിൽ. ഇത് നടന്നൊരു വീഡിയോ സെറ്റാക്കി തരാം. ഇതെന്തായാലും നട്ടണം. ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും ഇത് വയ്ക്കൂല, ഈ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കാമെന്നുള്ള പ്ലാനിലാണ്. ഇത്ര ചെറിയ വായതും കൊണ്ടോ വിത്ത് കാര്യങ്ങളും അങ്ങനെ. നമ്മൾ സാധാ ഗ്രോ ബാഗിൽ അങ്ങനത്തെ കുഞ്ഞു ഗ്രോ ബാഗിലാണ് ഇതുണ്ടാവുന്നത്. കണ്ടോ, ഇതിങ്ങനെ തന്നതാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട്. റെക്കോർഡാണ്, ഇളകാതെ പിടി. ഇതെങ്ങനത്താണ് പറഞ്ഞത്? ടിഷ്യൂ കൾച്ചർ കേട്ടോ. ഇത് ചാക്കിലോ ഒന്ന് പിടിക്കണത് കാണിച്ചരാ. ഓക്കെ, ഒന്ന് രണ്ടെണ്ണം നല്ലതുണ്ട്. വേണ്ടോ? ന്യൂജൻ വായ ഇതാണെങ്കിൽ മറ്റേ വായൻ്റെ പ്രോസസ്സിങ് ഞാൻ കാണിച്ചിരുന്നൊരു വീഡിയോ, അതിൻ്റെ റിസ്ക്. ഇതാകുമ്പോൾ അത് ഇതേപോലെ കിട്ടും എന്നാണ് ഓല് പറയണത്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ, കായ എങ്ങനെ ഉണ്ടാവുക ഏതാണെന്നൊക്കെ നമുക്കിത് ഉണ്ടാവും ഇല്ല നോക്കാം. അതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കിതൊന്നും അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒക്കെ കുട്ടീനെ കാണാൻ പറയാം. ഓ, അത് തീട്ടും കുഴപ്പമില്ലല്ലോ അമ്മ. പുളിയോ? ഓർക്കാപ്പുളി. അത് വല്ലാതെ തിന്നണ്ട കേട്ടോ. ഇത് നമ്മള് വെച്ച് നോക്കാം, എന്താ പാടറിയാലോ. നോക്കണ്ടോ? മത്തനെ എന്തെങ്കിലും ഇട്ടേക്കാം. എന്നാ മത്തല്ലേ ഇവിടെ ഇട്ട് എടുത്തോളൂ. എന്താ പരിപാടി നോക്കാനോ നമുക്ക്. ആദ്യമൊക്കെ നമ്മളെ വീട്ടിൽ വായ ഉണ്ടായിരുന്നു, എല്ലാ ഒരു വായ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പം നമ്മൾ പച്ചപ്പ് വരികയാണെങ്കിൽ എങ്ങനെ അല്ലേ? അത് അങ്ങോട്ട് മണ്ണ് തട്ടണ്ട, അപ്പോൾ താഴത്തേക്ക് പോകും. ഇത് അയാൾ വെറുതെ കൊന്നു. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചെറിയ വാഴകൾ നട്ടിട്ടുണ്ട്. ഇതാ നമുക്ക് നോക്കാം അവരെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന്. ഈ വാഴയുടെ ഗ്രോത്തോ? അതെ, കമൻറ്റ് ചെയ്യാം.